നമസ്കാരം. ജയ്ഹിന്ദ് ടിവിയുടെ ഗൾഫ് മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്നുള്ള സമ്പൂർണ്ണ വാർത്താധിഷ്ഠിത വാരാന്ത്യ പരിപാടിയായ മീ ദിസ് വീക്കിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗൾഫ് മേഖലയിലെ ഏറ്റവും വലിയ രാജ്യാന്തര ചലച്ചിത്രമേളയായ ദുബായ് ഫിലിം ഫെസ്റ്റിനെ കുറിച്ചുള്ള റിപ്പോർട്ടാണ് അടുത്തത്. ഇന്ത്യ ഉൾപ്പെടെ 61 രാജ്യങ്ങളിൽ നിന്നുള്ള 41 ഭാഷകളിലുള്ള സിനിമകളും ഡോക്യുമെന്ററികളും ഹ്രസ്വ ചിത്രങ്ങളുമാണ് മേളയിൽ പ്രദർശിപ്പിച്ചത്. മലയാളത്തിൽ നിന്ന് ഏക സാന്നിധ്യമായി ഷട്ടർ എന്ന സിനിമയായിരുന്നു. ഈ വാർത്തയുമായി ഗൾഫ് സ്പെഷ്യൽ. ഒൻപതാമത് ദുബായ് രാജ്യാന്തര ചലച്ചിത്രോത്സവം വഴി ദുബായ് നഗരം അറേബ്യൻ നാടിന്റെ ചലച്ചിത്ര സാംസ്കാരിക തലസ്ഥാനമായി മാറിയിരിക്കുകയാണ്. പതിവ് പോലെ ദുബായ് ജുമൈറ മദീനത്ത് അരീനയിലാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത്. ഓസ്കർ അവാർഡ് ജേതാവ് ആങ് ലീയുടെ ത്രിമാന ചിത്രമായ ലൈഫ് ഓഫ് പൈ ആയിരുന്നു മേളയിലെ ആദ്യ സിനിമ. പോണ്ടിച്ചേരിയിൽ നിന്ന് യൂറോപ്പിലേക്ക് പോകവെ ശാന്തസമുദ്രത്തിൽ വെച്ചുണ്ടായ കപ്പൽ അപകടത്തിന്റെ കാഴ്ചകളാണ് സിനിമയിൽ പ്രതിപാദിക്കുന്നത്. റിച്ചാർഡ് പാർക്കർ എന്നു പേരുള്ള ബംഗാൾ കടുവയ്ക്കും സീബ്രയ്ക്കും കഴുതപ്പുലിക്കുമൊപ്പം നടുക്കടലിൽ പെടുന്ന പൈ എന്ന ബാലന്റെ അനുഭവങ്ങളാണ് ലൈഫ് ഓഫ് പൈയിൽ ത്രിമാന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അവതരിപ്പിച്ചത്. ഇന്ത്യൻ നടന്മാർ അഭിനയിച്ച ദക്ഷിണേന്ത്യയിൽ ചിത്രീകരിച്ച ലൈഫ് ഓഫ് പൈ ഉദ്വേഗജനകമായ നിമിഷങ്ങളിലൂടെ പ്രേക്ഷകനെ കൂട്ടിക്കൊണ്ടുപോകുന്നു. യാൻ മാർട്ടലിന്റെ നോവലിനെ ആസ്പദമാക്കി ഓസ്കർ ജേതാവ് ആങ് ലീ സംവിധാനം ചെയ്ത ത്രിമാന ഇംഗ്ലീഷ് ചിത്രമായ ലൈഫ് ഓഫ് പൈ ഇതിനകം ലോകശ്രദ്ധ നേടിക്കഴിഞ്ഞു. പാലക്കാട്ടുകാരി ശൈലജയുടെയും തലശ്ശേരിയിൽ കുടുംബവേരുള്ള ഗോകുൽകൃഷ്ണന്റെയും മകനായ സൂരജ് ശർമ്മയാണ് പൈ എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഹോളിവുഡ് അറബ് മേഖലയിലെ പ്രമുഖ സിനിമാ പ്രവർത്തകരും സാങ്കേതിക പ്രവർത്തകരും ലൈഫ് ഓഫ് പൈ സിനിമയിലെ താരങ്ങളും പങ്കെടുത്ത റെഡ് കാർപ്പറ്റ് വിരുന്നോടെയാണ് ആദ്യ ദിവസത്തെ വർണ്ണാഭമായ ചടങ്ങുകൾ നടന്നത്. ദുബായിൽ നേരത്തെ മാധ്യമപ്രവർത്തകനായിരുന്ന മലയാളി ജോയ് മാത്യു സംവിധാനം ചെയ്ത ഷട്ടറാണ് മേളയിലെ ഏക മലയാള സാന്നിധ്യം. ദുബായ് മോൾ ഓഫ് ദി എമിറേറ്റ്സ് എന്ന ഷോപ്പിംഗ് മാളിലെ 12-ാം നമ്പർ സിനിമാ തിയേറ്ററിലാണ് ഈ ആദ്യ പ്രദർശനം നടന്നത്. നാട്ടിലേക്ക് മടങ്ങുന്ന ഒരു പ്രവാസിയുടെ കഥ സമകാലീന സംഭവങ്ങൾ ചേർത്താണ് ഷട്ടർ സിനിമയിൽ അവതരിപ്പിച്ചത്. ഇതോടൊപ്പം മലയാളിയുടെ മധ്യവർഗ പുറംപൂച്ചുകളും സദാചാര കാവട്യങ്ങളും നേരിട്ട് പ്രേക്ഷകരിലെത്തിക്കാനും ഈ സിനിമയിലൂടെ സംവിധായകൻ ശ്രമിക്കുന്നു. കൂടാതെ കുടുംബം, സൗഹൃദം, സമൂഹം എന്നീ തലങ്ങളിലെ ഇരുണ്ട മുറിയുടെ വാതിലുകളുമാണ് ഷട്ടറിലൂടെ സംവിധായകൻ തുറക്കാൻ ശ്രമിച്ചത്. ഞാൻ ഈ ദുബായിൽ വന്നിട്ട് 7 കൊല്ലം 8 കൊല്ലം പല ജോലികൾ ചെയ്തു, കുറേ ജീവിതങ്ങൾ കണ്ടു, കുറേ മനുഷ്യരെ കണ്ടു. എൻ്റെ ജീവിതം തന്നെ കരുപ്പിടിപ്പിക്കാൻ പറ്റി പല അർത്ഥത്തിലും. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് നാട്ടിലേക്ക് നോക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ ഒരവസ്ഥ മനസ്സിലാവുക. അങ്ങനെയുള്ളൊരു സ്ഥലത്ത് പല വിസകളിലും വന്ന് 8 കൊല്ലം ജീവിച്ചു, ഫാമിലിയായിട്ട് ജീവിച്ചു, പല ബുദ്ധിമുട്ടുകളും പല സന്തോഷങ്ങളും. അതേ സ്ഥലത്ത് ഞാൻ ഒരു സിനിമ ചെയ്തിട്ട് ആ സിനിമ മാത്രം രാജ്യാന്തര മേളയിൽ കാണിക്കാൻ സർക്കാർ ലെവലിൽ, ഗവൺമെൻറ് ലെവലിൽ എന്നെ ക്ഷണിക്കുന്നു, അവരുടെ ഔദ്യോഗിക ബഹുമതികളോടെ എന്നെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതിയാണത്. സമൂഹം, പ്രത്യേകിച്ച് കേരള സമൂഹം എന്ന് പറഞ്ഞാൽ ലൈംഗിക അസംതൃപ്തിയുടെ ഒരു സംസ്ഥാനമാണ്. ഒരു സ്ത്രീക്ക് മര്യാദയ്ക്ക് വഴി നടക്കാൻ പറ്റാത്ത സ്ഥലമാണ് കേരളം. തുറച്ചു നോട്ടങ്ങളുടെയും ഒളിഞ്ഞു നോട്ടങ്ങളുടെയും പാർപ്പിടം എന്ന് പറയാം. അവിടേക്ക് ഒരു മനുഷ്യൻ അഥവാ ഒരു സ്ത്രീയുമായി ഒരു സ്ഥലത്ത് പെട്ടുപോയാൽ ഒരു എല്ലാ സ്ഥലത്ത് കണ്ടാൽ അവിടെ സദാചാര പോലീസ് വന്നു, നീങ്ങുന്നത് അവിടെ. അങ്ങനെ ഒരു ആണും പെണ്ണും തമ്മിൽ സംസാരിക്കാനും കാണാനും പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു സൊസൈറ്റിയിൽ അതിനേക്കാൾ രൂക്ഷമായ ഒരു സിറ്റുവേഷൻ എത്തിപ്പെട്ടാൽ അതുണ്ടാക്കാവുന്ന ഭയങ്കരമായ ഭവിഷ്യത്തുകൾ സൊസൈറ്റിയിൽ ഒരാളുടെ സ്ഥാനം, അയാളുടെ ഒരു നിമിഷം കൊണ്ട് തകരുന്നതാണ് അതൊക്കെ. കുറേയൊക്കെ മൂടി വെക്കാൻ പറ്റും മീഡിയയിലൊക്കെ, പക്ഷേ ഒരു നിമിഷം കൊണ്ട്. പിന്നെ ഒരാൾ പെട്ട് കഴിഞ്ഞാൽ
നമ്മളയാൾ ഐഡൻറ്റിഫൈ ചെയ്യുക, പിന്നെ അങ്ങനെ ഇന്ന ആൾ അന്നത്തെ മറ്റാളില്ലേ. അപ്പോൾ ഇത് വലിയൊരു പ്രോബ്ലമാണ് ആയിട്ടാണ് ഞാൻ ഇതിൽ റേസ് ചെയ്തത്. ഈ സിനിമയുടെ ഒരു കഥയുടെ ഒരു മറ്റു അഗാധമായ തലത്തിലേക്ക് പോകാനായിട്ട് ഞാൻ ആളല്ല. ഞാനൊരു സാധാരണ സിനിമയുടെ ആളാണ്. ഞാൻ ആ സിനിമയെ കാണുന്നത് വളരെ രസകരമായിട്ടുള്ളൊരു സിനിമ. വളരെ ചെറിയൊരു മുറിക്കകത്ത് നടക്കുന്ന ഒരുപാട് സീൻസ്, പിന്നെ അതിന് ചുറ്റും നടക്കുന്ന കുറേ സംഭവങ്ങൾ, ഇതൊക്കെയാണെങ്കിൽ പോലും എൻ്റെ കഥ കേട്ടപ്പോൾ എനിക്ക് സിനിമയായിട്ട് മനസ്സിൽ കാണുമ്പോൾ അതൊരു രസകരമായിട്ടുള്ളൊരു വളരെ നല്ല കൊമേഴ്ഷ്യൽ സിനിമ എന്നുള്ള അർത്ഥത്തിൽ തന്നെ പറയാവുന്ന, എന്നാൽ ഒരുപാട് സാധ്യതകളുള്ള ഒരു സിനിമ എന്ന് പറയുന്നതാണ്. അപ്പോൾ ഒരു കഥ പറച്ചിൽ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യം. അത് ഈ ഒരു ചെറിയ തലത്തിൽ നിന്നുകൊണ്ട് വളരെ സത്യസന്ധമായിട്ട് ഒരാൾക്ക് വരാവുന്ന ചെറിയൊരു കൊച്ചു വ്യത്യാസങ്ങൾ, അയാളൊരു ഭീതിയുടെ ഒരു എലമെൻറ്റ്, അയാൾ ആ ഷട്ടറിലേക്ക് കയറുമ്പോൾ മുതൽ പിന്നെ ഓരോ സെക്കൻഡും ഓരോ ചുവടായിട്ട് ഇയാളൊരു പേടിക്കുന്നൊരു അവസ്ഥയിലേക്ക് പോകുന്നത്, അതൊക്കെ എനിക്ക് ഭയങ്കര രസകരമായിട്ട് എന്നാൽ മടുപ്പിക്കാവുന്ന, ഇത്രയും മടുപ്പിക്കാൻ ചാൻസ് ഉള്ള ഒരു സബ്ജക്റ്റ് വേണമെങ്കിൽ വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മുറിക്കകത്ത് തന്നെ എല്ലാ സീൻസും എന്ന് പറയുമ്പോൾ അതൊന്നും അല്ലാതെ ഒരു നിമിഷം പോലും മടുപ്പിക്കാതെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അത് പറയാൻ പറ്റിയിരിക്കുന്നു. അപ്പോൾ അത് ആ കഥാപാത്രത്തിൽ ഇത്രയും കൊച്ചു മാറ്റങ്ങൾ വരുന്ന ആ ഒരു കഥാപാത്രത്തിനെ ചെയ്ത് ഫലിപ്പിക്കാനായിട്ട് എനിക്ക് പറ്റി എന്നെല്ലാവരും എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ത്രില്ല. ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞെങ്കിൽ കേരളത്തിൽ നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഇതുപോലെയുള്ള ധാരാളം സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഞാൻ ഈ കഥാപാത്രത്തിനെ കാണുന്നത്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ്, എന്തെങ്കിലും ചെയ്യാനുള്ള കഥാപാത്രമാണ്. നമുക്ക് പിന്നെ ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന കഥാപാത്രമാണ്. അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ ചെയ്യുമ്പോഴാണല്ലോ ഒരു ആക്ട്രസ് എന്നുള്ള എനിക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്തു എന്ന് തോന്നുന്നത്. അങ്ങനെയുള്ള എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഒരു കഥാപാത്രം സാധാരണഗതിയിൽ എന്നെപ്പോലെയുള്ള ഒരു നാടകത്തിൽ നിന്നൊക്കെ വരുന്ന അത്രയൊന്നും ഫേമസ് അല്ലാത്ത ഒരു ആക്ട്രസിനെ കൊണ്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരു ധൈര്യം ജോയ് മാത്യു കാണിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത് അത്ര എളുപ്പമുള്ള ഡിസിഷനല്ല. സുഹറ എന്ന് പറയുന്ന ലേഡീസ് ഒരു സ്ത്രീ ശരിക്കും പറഞ്ഞാൽ ഞാനും കണ്ടിട്ടുണ്ട് അവരെ പോലത്തെ നാട്ടിൽ അങ്ങനത്തെ സ്ത്രീകളെ. ഞാൻ കോഴിക്കോട് തന്നെയാണ്. അപ്പോൾ അതുപോലത്തെ സ്ത്രീകളെ ഞങ്ങളുടെ എല്ലാം സപ്രസ് ചെയ്യും. അങ്ങനെ ഒന്നും പ്രതികരിക്കുകയോ പൊട്ടിത്തെറിക്കുകയോ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു ജനറേഷൻ ഉണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ ഇനി വരുന്ന ജനറേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല. പക്ഷേ അങ്ങനത്തെ പാവം സ്ത്രീകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് പോലും അറിയില്ല അവർ ജീവിക്കുന്ന ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും. സോ ഐ റെപ്രസെൻറ്റ് ദോസ് കൈൻഡ് ഓഫ് പീപ്പിൾ യുനോ. ഈ സത്യസന്ധമായിട്ടൊരു കഥ പറഞ്ഞു പോവുക, അതോടൊപ്പം തന്നെ ഈ ആളുകൾക്ക് രസിക്കത്തക്ക രീതിയിൽ ഒരു മുഷിവും ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ചിത്രത്തിന് കഴിഞ്ഞു എന്നുള്ളത് വളരെയധികം നമുക്ക് സന്തോഷിക്കാവുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തു നിന്നുള്ള രാജ്യാന്തര ഫിലിം ഫെസ്റ്റിവലിൽ ഒരു കോമ്പറ്റേറ്റീവ് വിഭാഗത്തിൽ മത്സരിക്കുന്ന ഒരു ചിത്രം എന്നുള്ള നിലയിൽ വളരെ നല്ല അഭിപ്രായം ആളുകളുടെ നിന്ന് കിട്ടുന്നുണ്ട്. അതിനകത്ത് പിന്നെ ജോയ് മാത്യുവിനെ പോലെ തന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ഒരു ഭാഗമായതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ഷട്ടറിന് പുറമെ 14 സിനിമകളുടെ രാജ്യാന്തര പ്രീമിയർ, 73 മിഡിൽ ഈസ്റ്റ് പ്രീമിയർ, 17 GCC പ്രീമിയർ എന്നിവയും ഈ വർഷത്തെ മേളയിലെ പ്രത്യേകതകളായി. $5,70,500 മുഹർ അവാർഡുകൾക്കായി ഇത്തവണ 83 ചിത്രങ്ങളാണ് മേളയിൽ മത്സരിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ സിനിമാ സമ്മാന തുകയായിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ദുബായ് മദീനത്ത് ജുമൈറയിലെ മദീനത്ത് അറീന, മദീനത്ത് തിയേറ്റർ, മോൾ ഓഫ് ദി എമിറേറ്റ്സ് എന്ന ഷോപ്പിംഗ് മോൾ എന്നിവിടങ്ങളിലായാണ് സിനിമാ പ്രദർശനം നടന്നത്. ലൈഫ് ഓഫ് പൈ സിനിമയിലെ നായകൻ സൂരജ് ശർമ്മ, സ്ലംഡോഗ് മില്ലിനെയർ ഫെയിം ഫ്രീഡ പിന്റോ, ശ്രാവന്തി സായ്നാഥ്, ആദിൽ ഹുസൈൻ, കേറ്റ് ബ്ലാൻഷെറ്റ്, കെവിൻ സ്പേസി, കോളിൻ ഫിർത്ത്, ലിവിയ ഫിർത്ത്, ക്രിസ്റ്റൻ ഡേവിസ്, സ്റ്റീവ് ഓറം തുടങ്ങിയവരുടെ വൻ നിര ഈ വർഷത്തെ പ്രധാന ആകർഷണമായിരുന്നു. ലോക സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച് പ്രമുഖ ഈജിപ്ഷ്യൻ നടൻ മഹമ്മൂദ് അബ്ദുൽ അസീസ്, ബ്രിട്ടീഷ് സംവിധായകൻ മൈക്കിൾ ആപ്റ്റഡ് എന്നിവരെ മേളയിൽ ആദരിച്ചു. ലൈല ഇലൂയ്, നെല്ലി, ഖാലിദ് അൽ നബവി, ഇസത്ത് അബു, സലാഹ് അൽ സദാനി, ഹസൻ ഹുസ്നി, ഹാനി റംസി, മുഹമ്മദ് സാദ് തുടങ്ങിയ അറബ് ലോകത്തെ സിനിമാ പ്രമുഖരും ചലച്ചിത്രമേളയിലെ താരങ്ങളായി മാറി. വിഖ്യാത നടൻ ആന്റണി ഹോപ്കിൻസും ഹെലൻ മിറനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഹിച്ച്കോക്ക്,
3D ചിത്രമായ സിർക്ക് ഡു സൊലൈൽ, വേൾഡ്സ് എവേ എന്നിവയും ചലച്ചിത്രമേളയിൽ പ്രദർശിപ്പിച്ചു. ആധുനിക കാലഘട്ടത്തിലും പുതിയ തലമുറ ജ്യോതിഷം പഠിക്കാൻ വലിയ രീതിയിലുള്ള ആഗ്രഹമാണ് പ്രകടിപ്പിക്കുന്നതെന്ന് ശാന്ത വിജയ് പറഞ്ഞു. ജ്യോതിഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഹസ്തരേഖയിൽ കാര്യമായ വിശ്വാസം വരുന്നില്ലെന്ന് അവർ പറഞ്ഞു. എന്നാൽ മാറ്റം ഉണ്ടാകേണ്ടത് അതാത് വ്യക്തിത്വങ്ങളിലാണെന്നും ശാന്ത വിജയ് കൂട്ടിച്ചേർത്തു. ഇതിനിടെ ഗാല പ്രീമിയർ ഏഷ്യ ആഫ്രിക്ക പരിപാടിയിൽ 2ാം ലോക മഹായുദ്ധം പ്രതിപാദിക്കുന്ന ഫെങ് സിയാവോ ഗാങ്ങിന്റെ ബാക്ക് ടു 1942 എന്ന ചിത്രം ഉൾപ്പെടുത്തി. കൂടാതെ യുവാക്കളെ ലക്ഷ്യമിട്ട് ജേർണി ടു ദി ക്രിസ്മസ് സ്റ്റാർ സിനിമയും പ്രദർശിപ്പിച്ചു. ദി സാപ്പിയേഴ്സ് ആണ് മേളയിലെ സമാപന ചിത്രം. ആരോഗ്യ വിഷയത്തെക്കുറിച്ചും മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം സംബന്ധിച്ചും എന്നാൽ ഈ വിഷയങ്ങളിൽ നാട്ടിൽ ഉള്ളവരെക്കാൾ അവബോധമുള്ളവർ ദുബായ് ഫിലിം ഫെസ്റ്റിവൽ പോലുള്ള ഇത്തരം രാജ്യാന്തര ചലച്ചിത്രമേളകൾ ഓരോ വർഷവും ഓരോ പുതിയ സംസ്കാരവും പുതിയ ചിന്തകളുമായി കാഴ്ചയുടെ പുതിയ മിഴിച്ചെപ്പാണ് തുറക്കുന്നത്.